നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ടതായ ചില സന്ദേശങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക. ഏറെ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. നല്ല കർമ്മത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഇപ്രകാരം തന്നെ വ്യത്യസ്തരാക്കുന്നു എന്നുള്ളതാണ്. ഈ കാലത്ത് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ കണ്ടു കിട്ടാൻ വളരെയധികം പ്രയാസമാണ് എന്നുള്ളതാകുന്നു. കാരണം ഈ സമയം ചില ട്രാൻസ്ഫർമേഷൻ അത് മാനസികമായും അല്ലാതെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആകാം. ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. മാനസികപരമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ അവസ്ഥയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു. പലരും പലവിധ കാരണങ്ങൾ പലരും പറയുന്നു എങ്കിൽ പോലും പലതും നഷ്ടപ്പെടുത്തേണ്ടതായി വന്ന നിങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥ കാരണം അറിയൂ എന്നുള്ളതാണ്. ചിലരുടെ ഇടപെടലുകൾ കാരണം ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും അത് സ്നേഹമാണ് എങ്കിലും അതല്ല മറ്റ് കാര്യങ്ങളാണ് എങ്കിലും നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. അത്തരം ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ഒരുപാട് അവരെ വിശ്വസിച്ചു എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തിരിച്ചടികൾ നൽകുവാൻ സാധിക്കും വിധം അവർ പ്രവർത്തിച്ചു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളെ വേണ്ട എന്ന് വച്ച് മറ്റുള്ളവരെ തേടിപ്പോയവരായിരിക്കാം അവർ. അല്ലെങ്കിൽ അത്തരം ചില അശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും നിങ്ങളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പിന്നിൽ നിന്നും പലരും ചതിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും ചതി സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും മാനസികപരമായും അല്ലാതെയും നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇതിനെല്ലാം ഒരു അന്ത്യം ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇരുളടഞ്ഞ ജീവിതത്തിന് ഒരു പ്രത്യേകമായ പ്രകാശം വന്നെത്താൻ പോകുന്നു. അത്ഭുതകരമായ മാറ്റം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. പുതിയ ചില കാര്യങ്ങളിൽ തുടക്കം കുറിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അടഞ്ഞുപോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി എന്ന് വരാം എന്ന് കാണുന്നു. ഒരു വാതിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. അതായത് പ്രതീക്ഷിക്കാതെ തന്നെ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ചതായ വീടോ ജോലിയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ വാഹനം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ
അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ സാധിക്കും. ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തിൽ ഇത്രയും നാളത്തെ പരീക്ഷണഘട്ടം അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ ആ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ പുതിയ ചില തുടക്കങ്ങൾ അല്ലെങ്കിൽ ഈശ്വരാധീനം തന്നെ നിങ്ങളിൽ വർദ്ധിക്കുന്നു, നിറയുന്ന ഒരു സമയത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളെ തേടിയെത്തുന്നു എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് എങ്കിലും പലരും നിങ്ങളെ താഴ്ത്തി കെട്ടുന്നു, അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ പോലും ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. സ്വന്തം കഴിവ് നിങ്ങൾ അല്പം കൂടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്രയും നാൾ ചെയ്ത കഠിനമായ പ്രയത്നത്തിന് ഒരു പക്ഷേ നിങ്ങൾക്ക് അർഹിച്ചതായ ഫലം ലഭിച്ചിട്ടില്ല എന്ന് കാണുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുകയും അഥവാ സിറ്റുവേഷൻ തന്നെ മാറുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വന്തം സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കും ധ്യാനം മുതലായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. അത്തരത്തിൽ ഏതോ വിധത്തിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ സന്തോഷിക്കുവാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. കർമ്മരംഗത്ത് കൂടാതെ വ്യക്തി ജീവിതത്തിലാണ് എങ്കിലും പലവിധ തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് ഒരുപാട് വിഷമങ്ങൾക്കും അല്ലെങ്കിൽ പ്രയാസങ്ങൾ അലട്ടുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ നന്മയാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളിൽ പോലും തിരിച്ചടികൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു. എത്ര തന്നെ മോശം അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിലും അതെല്ലാം മറികടക്കുവാനുള്ള പവർ നിങ്ങൾക്ക് വന്നു ചേരും എന്നും പുതിയ ചില പദ്ധതികൾ നിങ്ങൾ രൂപീകരിക്കുന്നു എന്നും അത് തടസ്സങ്ങൾ നേരിടുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ശരിയായ രീതിയിൽ തീരുമാനം എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഉചിതമായ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കി പുതിയ അറിവുകൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തിൽ കുറേയേറെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സമയം കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ചതായ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് യാത്രകൾ പോകുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾക്ക് സമയം മാറ്റി വയ്ക്കുവാൻ സാധിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരെ പലപ്പോഴും ആശ്രയിക്കേണ്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും അല്പം മാറി സ്വന്തമായ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും അവ്യക്തത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ പല ദുരിതപൂർണമായ അവസ്ഥയിലേക്കും നയിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ചെയ്യാത്തതായ തെറ്റിന് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായ സാഹചര്യം, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത്തരം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു ചേരുന്നു. അവ്യക്തമായ പല കാര്യങ്ങളും വ്യക്തതയിലേക്ക് നീങ്ങുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സഹായകരമായ ചില വഴികൾ, ചില അവസരങ്ങൾ തന്നെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കടന്ന് വരാവുന്നതാണ്.
ദുഃഖങ്ങൾ മറയ്ക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ, ചില ബന്ധങ്ങൾ, വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. അപ്രതീക്ഷിതമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും അപ്രതീക്ഷിതമായി തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതപൂർണമായ അവസ്ഥകൾക്കും താൽക്കാലികമായാണ് എങ്കിലും പെട്ടെന്ന് പരിഹാരങ്ങൾ സിദ്ധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ഭഗവാനിൽ അടിയുറച്ച് തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി തന്നെ കടന്നു വരുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. ഈ സമയം ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ചില തിരിച്ചടികൾ വന്നാലും അത് ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾക്ക് മുന്നോടിയാണ് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ഊർജവും നാൾക്ക് നാൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.